ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ സേമിയ പായസം ഒക്കെ ഉണ്ടാക്കിയ ശേഷം ബാക്കി സേമിയ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമുക്കൊരു പായസം ഉണ്ടാക്കി കഴിച്ച് കുറച്ച് മധുരമൊക്കെ കൂടുതൽ കഴിച്ച് കലോറി ആക്കണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ 4 മണിക്ക് ചായയുടെയൊക്കെ കൂട്ടത്തിൽ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിലോ നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ നമ്മൾ വെർമിസെല്ലി ഉപ്പുമാവിൻ്റെ മേടിക്കാൻ കിട്ടുന്നതിനേക്കാളും കുറച്ച് കട്ടി കൂടുതലായിരിക്കും സേമിയ പായസത്തിന് വേണ്ടിയിട്ട് കിട്ടുന്ന സാധനം. അപ്പോൾ കുറച്ച് വേവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ക്യാരറ്റും സബോളയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് എണ്ണയ്ക്കകത്ത് വഴറ്റി, എന്നിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ച് പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള. അതിന് ശേഷം ആ തിളച്ച വെള്ളവും കൂടെ ഈ ക്യാരറ്റും വഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറിക്കകത്തോട്ട് ഒഴിച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സേമിയവും കൂടി ഇട്ടു. അപ്പം വെള്ളത്തിൽ നമ്മൾ ഉപ്പിൻ്റെ പാകം കറക്റ്റാണോ എന്ന് നോക്കണം. ഇത്ര സിമ്പിളാണ് നമ്മുടെ ഉപ്പുമാവ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.